ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ നല്ല ഒരുങ്ങി കെട്ടി വന്നിട്ടാ പോകുന്നതല്ലേ, ലാബിൽ തന്നെയാണ്. പക്ഷെ ഇന്ന് എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ച നല്ലൊരു ഡ്രസ്സ് ഇടാം. ഇത് ഒരു ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് എടുത്തതാണ്. സോ ഡ്രസ്സെല്ലാം ഇട്ട് ഞാൻ നേരെ ലാബിൽ പോവാ. പ്രത്യേകിച്ച് ഒന്നുമില്ല, വെറുതെ ഒരുങ്ങി പോവാ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ലാബിൽ എത്തിയിട്ടപ്പോ ഹലോ, ഇവിടെ ബാക്കിയൊക്കെ കടയ്ക്കോ. അപ്പോൾ നമ്മളിപ്പോൾ ലാബിലെത്തിയിട്ടോ. ഒന്ന് വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് ഒന്നുമില്ല. ഒരു മിനിറ്റ് ഫോൺ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലാബിലുണ്ട്. ആനിവേഴ്സറി ആയിട്ട് ഒന്നും സ്പെഷ്യലില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങളങ്ങനെ നോർമൽ ആനിവേഴ്സറി ഒന്നും അങ്ങനെ ആഘോഷിക്കുന്ന ഒരു ടീമല്ല. പിന്നെ ഗിഫ്റ്റ് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യം അതും നടക്കുമെന്ന് സംശയമാണ്. അപ്പം എന്തായാലും നമുക്ക് വേറെ വല്ല പരിപാടി ഉണ്ടോയെന്ന് നോക്കാം. വല്ല ഫുഡൊക്കെ കഴിക്കല്ലേ. ഫുൾ ചെലവ് എൻ്റെ വക ഫുഡാണ് പറഞ്ഞിരിക്കണത്. നമുക്ക് നോക്കാം. അങ്ങോട്ടൊന്ന് വരും. എന്താ ഒരു കാര്യത്തിനാണ്. ഇതെന്താ വീഡിയോ ഒക്കെ എടുക്കണേ? ഇത് ഇന്ത്യന് ഒരിക്കലും മറക്കാത്തൊരു വെഡിങ് ആനിവേഴ്സറി സർപ്രൈസ് ആയിരിക്കട്ടോ, ഞങ്ങൾ ആഘോഷമായിരിക്കട്ടോ. കാരണം ഇത്രയും കാലമായിട്ടും നമ്മളങ്ങനെ ഇതൊന്നും ആഘോഷിക്കലില്ല. ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ കൊടുക്കും എന്നല്ലാതെ ഇങ്ങനെ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നൊക്കെ അത് ആദ്യമായിട്ടാണ്. ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചതും അല്ല. ഹസ്ബൻഡ് ഇങ്ങനെ നോർമലി ഞാൻ വെറുതെ ചോദിക്കും, നിങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും സർപ്രൈസ് ഒക്കെ തന്നൂടെ, അങ്ങനെ ചോദിക്കും. അപ്പൊ അതെങ്ങനെ ചിരിച്ച് ഒഴിവാക്കും എന്നല്ലാതെ ഞാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പൊ നമ്മളിവിടെ ഇടക്കലുള്ള കേക്ക് വേൾഡിലേക്ക് മെസ്സേജ് അയച്ച് മൂപ്പരന്നെയാണ് ഇവിടേക്ക് കൊണ്ടുവരാനൊക്കെ പറഞ്ഞ് ബാക്കി ഇവരും കൂടിയാണ് ഇങ്ങനെ ഒരു ഡേ എനിക്ക് വേണ്ടിയിട്ട് ഒരുക്കിയത് കേട്ടോ. പക്ഷെ എന്തായാലും ഭയങ്കര സന്തോഷമായി. കാരണം പ്രതീക്ഷിക്കാതെ, പ്രത്യേകിച്ച് അത് ഗേൾസിന്റെ ഒരു സ്വഭാവമാണല്ലോ, ചെറുത് എന്തെങ്കിലും ആണെങ്കിലും നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പി അല്ലേ. അപ്പൊ ഞങ്ങളെ ആഘോഷമൊക്കെ കഴിഞ്ഞ് എല്ലാരും ഫുഡൊക്കെ കഴിച്ചു. അപ്പൊ ഗൈസ്, നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ ഞങ്ങൾ അങ്ങനെ പൊതുവേ നമ്മളങ്ങനെ ആഘോഷങ്ങൾ ഓവറായിട്ട് ആഘോഷിക്കാത്ത ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴും നമ്മൾ ഗിഫ്റ്റ് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും എന്നല്ലാതെ ഇങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പൊ ഇത് എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയി. കാരണം ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാക്കൂന് സൗദിയിൽ ഉള്ള സമയത്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഫ്രണ്ട് വഴി കേക്ക് റൂമിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എനിക്കത് ഇങ്ങോട്ട് ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഞാൻ ഇന്നലെ കാക്കു വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, രാവിലെ നാളെ എപ്പോഴാ പോണേ, നോർമലി ചോദിക്കണാണ്. അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞു 10 മണിക്കാ. 10 മണിക്കെന്ന് ഞാൻ പറയും, പക്ഷെ ഞാൻ ഇറങ്ങണമെങ്കിൽ 10, 11, 12 ചില ദിവസം ആവും. അപ്പോൾ ഞാൻ 12 മണിയായി എത്തിയപ്പോ. അപ്പൊ ഇവര് കേക്ക് 11 മണിയായപ്പോ തന്നെ ഇവിടെ കൊടുന്ന് എത്തിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി പരിപാടി ഇവരാണ് ചെയ്തത്, ലാബിലുള്ള സ്റ്റാഫുകളാണ് ചെയ്തത്. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷമായി. ഞാനിത് പ്രതീക്ഷിക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് കിട്ടുമ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്ക് ഭയങ്കര ഹാപ്പി അല്ലേ.
അപ്പൊ ഞാന് ഈ ഒരു വെഡിങ് ആനിവേഴ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ 7 വർഷം 7 ദിവസം പോലെ കടന്നുപോയി. അത് കടന്നു പോവാനും കാരണമുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് വരുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ ഓർക്കേണ്ടി വരുന്നത്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഇതുവരെ അൽഹംദുലില്ലാ ഉണ്ടായിട്ടില്ല. എനിക്ക് ഞാൻ എന്താണോ അങ്ങനെയാണ് ഞാൻ കല്യാണം കഴിച്ച വീട്ടിലാണെങ്കിലും എന്റെ വീട്ടിലാണെങ്കിലും ഒക്കെ നിൽക്കുന്നതും നിന്നിട്ടുണ്ടായിരുന്നതും. അതുകൊണ്ട് ഇവിടെ ഒരു പ്രത്യേകിച്ച് ഒരു നമുക്ക് ഞാൻ കുറെ റീൽസിൽ അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ജീവിതം കണ്ടിട്ടുണ്ട്. കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിൽ പോകാൻ ഭയങ്കര ഒരു അർജന്റ് ആയിരിക്കും. ഒന്ന് സമാധാനത്തിൽ ഒന്ന് കിടന്നുറങ്ങാന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടമുള്ളത് കഴിക്കാന്, നിൽക്കാന്, ഇരിക്കാന്, കിടക്കാന് ഒക്കെ നമുക്ക് സ്വന്തം വീട്ടിൽ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. പക്ഷെ എനിക്ക് എന്തോ ഞാൻ കല്യാണം കഴിച്ച് വന്ന അന്ന് മുതൽ ഇന്ന് വരെ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഞാൻ എന്റെ വീട്ടിൽ എങ്ങനെയായിരുന്നു അതിലും സ്വാതന്ത്ര്യമായിട്ട് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. പണ്ട് ഇപ്പൊ എങ്ങോട്ടേലും പോണെങ്കിൽ പോണ്ട എന്ന് പറഞ്ഞ് വിടാതിരിക്കുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഹസ്ബൻഡ് എനിക്ക് ഞാൻ എന്താണോ അങ്ങനെ ജീവിക്കാനുള്ള ഫുൾ ഒരു വഴി ഒരുക്കി തന്നിട്ടുണ്ട്. അതാണ് ഇപ്പൊ നമ്മുടെ ലാബ് ആണെങ്കിലും എന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും കൂടെ നിൽക്കുന്ന ഒരാളെയാണ് എനിക്ക് കിട്ടിയത് എന്നുള്ളത് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഫാമിലി, ഇപ്പൊ ഉമ്മയാണെങ്കിലും ഉപ്പ കൂടെ ഇല്ല, ഉപ്പയാണെങ്കിലും ഒക്കെ സ്വന്തം മോളെ പോലെ തന്നെ എന്നെ അന്നും ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കല്യാണം കഴിഞ്ഞു എന്നത് ഒരു ഭാരമായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ എല്ലാവരോടും കല്യാണം കഴിക്കാനാണ് പറയാ. കാരണം നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നതും ഹാപ്പി ആയിട്ടിരിക്കാനും നമുക്ക് ആരും ഉണ്ട് അല്ലെങ്കിൽ നമ്മളാരോ ഭയങ്കര കെയറും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തോ കല്യാണം കഴിക്കുന്ന വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പം ഇത് ഈ ഒരു ഹാപ്പിനെസ് കിട്ടിയത് അഫ്കോഴ്സ് ആ ഫാമിലി കൂടി നല്ലതായതുകൊണ്ടാണ്. അതും എല്ലാ പെൺകുട്ടികൾക്കും അങ്ങനെ കിട്ടണമെന്നില്ല, അതെനിക്കറിയാം. ഒരുപാട് പേരുടെ ലൈഫില് ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട്. അത് രണ്ടുപേരുടെ ഭാഗത്തും ഉണ്ടാവും. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീടാണ് അല്ലെങ്കിൽ അവരവരുടെ ഇവരുടെയും കൂടി വീടാണെന്ന് വിചാരിക്കാത്തോണ്ടും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചാല് അവര് നമ്മളെ സ്വന്തം മക്കളെ പോലെ കാണാം, നമ്മൾ അവരെ നമ്മളെ പാരന്റ്സിനെ പോലെ കാണാം, നമ്മളെ വീടായിട്ട് കാണാം. അവര് നമ്മളതും കൂടിയാണ് ആ വീടെന്ന് അവരും വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് പോവാം. എനിക്ക് ഭയങ്കര സന്തോഷം. ഇങ്ങനെ ഒരു സർപ്രൈസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയിപ്പോ ഇന്ന് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോ എന്തോ എല്ലാരും പോയി കല്യാണം കഴിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ഹാപ്പി ആയിട്ട് ജീവിക്കാൻ, നമ്മള് സെൽഫ് ഇൻഡിപെൻഡന്റ് ആവുക. പിന്നെ നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോവാം.